നമ്മൾ ആർജിച്ചിരിക്കുന്ന നോളജ്. ആദിവാസികൾ വിവരമില്ലാത്തവരാണ്. ആദിവാസികൾക്ക് വിവരമില്ല. അത് എന്താ നമുക്കത് മനസ്സിലാവുന്നില്ല, അത്രയേ ഉള്ളൂ. അവർക്ക് വിവരമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമുക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് അവർക്ക് വിവരമില്ല നമ്മൾ ധാരണയിലെത്തും. എൻ്റെ പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മൾ അറിവിനെ സംബന്ധിച്ച നമ്മുടെ സങ്കല്പങ്ങൾക്കകത്തല്ല ആദിവാസിയുടെ വെളിവ് നിൽക്കുന്നത്. ആദിവാസിക്കൊരു ലോക വെളിവുണ്ട്, തലക്കകത്ത് ആളുതാമസമുണ്ട്. ആ വെളിവ് നിൽക്കുന്നത് നമ്മൾ നോളജിനെ കുറിച്ച് ആധുനിക സമൂഹം പുലർത്തുന്ന ചില സങ്കല്പങ്ങളുണ്ട്. ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സൽ, സർവലൗകികമായിരിക്കണം ജ്ഞാനം. ഇത് സർവലൗകികമായിക്കൊള്ളുന്നില്ല. അപ്പോൾ അത് നോളജല്ല. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ നോളജ് സിസ്റ്റവുമായി അല്ല സംവദിക്കുന്നത്. അവർക്ക് നോളജ് ഇല്ല എന്നുള്ളൊരു സങ്കല്പം, അവർക്ക് വിവരമില്ല, അവർക്ക് ജ്ഞാനമില്ല, അവർക്കൊരു ജീവിതബോധമില്ല എന്ന സങ്കല്പത്തിൽ നിന്നാണ് നമ്മുടെ വർത്തമാനം തന്നെ ആരംഭിക്കുന്നത്. ആ സംഭാഷണത്തിൽ ആദിവാസി സെൽഫില്ലാത്ത മനുഷ്യനാണ്. ആന്തരികത, അവന് സെൽഫില്ല, സ്വപ്നങ്ങളില്ല, ജീവിത ഭാവനകളില്ല, വിജ്ഞാനമില്ല, മനുഷ്യബന്ധങ്ങളില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ആദിവാസിയെ സങ്കല്പിച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. നമ്മൾ ഉന്നത ജ്ഞാനമുള്ളവരല്ല, മറ്റവരുടെ ജ്ഞാനത്തെ റദ്ദ് ചെയ്യുന്ന വിജ്ഞാനമാണ് നമ്മൾ പറയുന്നത്. ഇവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. അതുകൊണ്ട് ആദിവാസിയായിട്ടുള്ള നമ്മുടെ ഡയലോഗ് ഒരിക്കലും ഇഗാലിറ്റേറിയൻ അല്ല. ഇഗാലിറ്റേറിയൻ അല്ലാത്തത് കൊണ്ട് തന്നെ ആദിവാസിയെ നമുക്ക് ഉൾക്കൊള്ളാനോ നമുക്ക് ആദിവാസിയെ ഉൾക്കൊള്ളാനോ പറ്റുന്നില്ല. ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നൊരു കാര്യം. അതുകൊണ്ട് ആദിവാസികൾ എന്നത് ഒരു വിചിത്ര വിഭാഗമൊന്നുമല്ല. നമ്മുടെ നേഷൻ സ്റ്റേറ്റിനകത്ത് ജീവിക്കുന്ന തുല്യാവകാശമുള്ള പൗരന്മാർ തന്നെയാണ് നമ്മൾ കാണണം. അവരുമായിട്ട് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സാധ്യമല്ലാത്തത് നമ്മൾ കൺസീവ് ചെയ്തിരിക്കുന്ന വിജ്ഞാനം ഇവരെ കൂടി ഉൾക്കൊള്ളുന്നതല്ല. നമ്മുടെ വിജ്ഞാനം വളരെ പരിമിതമാണ്. നമ്മുടെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രബിന്ദു വ്യക്തിയാണ്. വ്യക്തി ഗ്രൂപ്പുകളെ സ്വീകരിക്കുക നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നമാണ്. ഗ്രൂപ്പുകളെ സ്വീകരിക്കുക എന്നത് വലിയ പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുണ്ട് ഗ്രൂപ്പുകളെ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. വ്യക്തിക്ക് തുല്യമായ പദവിയാണ് ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനുള്ളത്. അതുകൊണ്ടാണ് റിസർവേഷൻ, ആദിവാസികളുടെ സ്വയംഭരണം. അത് വ്യക്തിക്ക് കൊടുക്കുന്ന അവകാശമല്ല, ഗ്രൂപ്പിന് കൊടുക്കുന്ന അവകാശമാണ് സ്വയംഭരണം എന്ന് പറയുന്നത്. റിസർവേഷൻ ഗ്രൂപ്പിന് കൊടുക്കുന്ന അവകാശമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന വ്യക്തിയിൽ കേന്ദ്രീകൃതമായതുകൊണ്ട് ഒരു ഗ്രൂപ്പ് സോഷ്യൽ ഈത്തോസിൽ ജീവിക്കുന്ന ആദിവാസികളെ നമ്മുടെ വിജ്ഞാനത്തിന് പിടിക്കാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റിന് അങ്ങനെ ഒരു മെക്കാനിസം ഇല്ല. ഇത്തരം ഗ്രൂപ്പുകളെ, അതായത് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ ആദിവാസികളും അനാദിവാസികളായിട്ടുള്ള പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക നില, സാമ്പത്തിക നില എന്നത് വ്യത്യസ്തമായിരിക്കെ ഈ വ്യത്യസ്തതകളെ അക്കമഡേറ്റ് ചെയ്യുന്നതിൽ സ്റ്റേറ്റ് ഇപ്പോഴും വികസിച്ചിട്ടില്ല, സ്റ്റേറ്റിനിപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് സ്റ്റേറ്റ് വിചാരിക്കുന്നത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ നഗര കേന്ദ്രീകൃതമായ ഇൻഡസ്ട്രിയൽ വേൾഡിൻ്റെ വികസന സങ്കല്പത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് നടത്തുന്നത്. അതിവർക്ക് ആദിവാസികൾക്കത് ഒരു തരത്തിലും ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ടൊരു സ്പെഷ്യൽ അപ്രോച്ച് ഈ കാര്യത്തിൽ നമുക്കുണ്ടാവണം. വ്യത്യസ്തതകളെ വ്യത്യസ്തമായി തന്നെ സമീപിക്കുന്ന ഒരു പുതിയൊരു അധ്യായം നമുക്ക് തുറക്കാൻ പറ്റണം. യഥാർത്ഥത്തിൽ ആദിവാസി പ്രവർത്തനത്തിൽ പൊതുസമൂഹത്തിൻ്റെ ചെയ്യാവുന്ന ഒരേ ഒരു കോൺട്രിബ്യൂഷൻ അതാണ്. ആദിവാസികൾക്കിടയിൽ വിദ്യാഭ്യാസം, അവർക്ക് പരമ്പരാഗത വിദ്യാഭ്യാസം വേണോ അതോ പരമ്പരാഗത വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമാന്തര സ്കൂളിംഗ് സമ്പ്രദായം വേണോ അതോ അവരെ മെയിൻ സ്ട്രീം സ്കൂളിൽ അയക്കണോ എന്ന തർക്കമൊക്കെ നേരത്തെ വേണം. ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സമാന്തര സ്കൂളിംഗ് സമാന്തരമായൊരു പഠനം അല്ലെങ്കിൽ തന്നെ സമൂഹത്തിനകത്ത് നടക്കുന്നുണ്ട്. അത് നമ്മളും നടത്തുന്നുണ്ട്.
ആദിവാസികൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് സ്കൂൾ കെട്ടിപ്പൊക്കിയിട്ട് അങ്ങനെ സമാന്തരമായിട്ടൊന്നും പഠിപ്പിക്കണ്ട. എല്ലാവരും പഠിക്കുന്നത് തന്നെ അവരും പഠിക്കേണ്ടത്. അങ്ങനെ പഠിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നതെന്നു വെച്ചാൽ പൊതുസമൂഹമായിട്ട് സംവദിക്കാനായിട്ടുള്ളൊരു ശേഷിയാണ്. പൊതുസമൂഹവുമായി ഇടപെടാനുള്ള ഒരു ഷീൽഡാണ് അവരെ സംബന്ധിച്ച് വിജ്ഞാനം എന്ന് പറയുന്നൊരു കാര്യം. ഈ പൊതുസമൂഹത്തിൻ്റെ സങ്കല്പങ്ങളെ അഴിച്ചു പണിയാൻ അവരെ പ്രാപ്തമാക്കുന്നൊരു സംഗതിയാണ് അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസം. അതുകൊണ്ട് കുട്ടികൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അഭിപ്രായമുണ്ട് എനിക്ക്. പഠിക്കുന്നുണ്ട്, ആൾക്കാർ പഠിക്കുന്നുണ്ട്, ഉന്നത വിദ്യാഭ്യാസം നേടുന്നുണ്ട്. കേരളത്തിലെ ഒരു ആദിവാസി വിദ്യാർത്ഥി യൂറോപ്പിൽ പോയി പഠിക്കാനായിട്ട് അപേക്ഷ കൊടുക്കാനായിട്ട് പട്ടികവർഗ വകുപ്പിൽ ചെന്ന് അപേക്ഷ കൊടുത്തു. അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന ക്ലർക്ക്, ഫ്രണ്ടിലിരിക്കുന്ന ക്ലർക്ക് മൊത്തം വായിച്ചു നോക്കിയിട്ട് ആ പയ്യനോട് പറയുന്ന ഒരു വാക്കിതാണ്: ഇവിടെ ആദിവാസികൾ പട്ടിണി കിടന്ന് മരിക്കുക, അന്നേരം നീ എന്തിനാ യൂറോപ്പിൽ പോയി പഠിക്കുന്നത്, ഇവിടെ കോളേജൊന്നും ഇല്ലതാ. അവൻ എന്തൊരു കൊടും ഭീകരനാണെന്ന് ആലോചിക്കുക. നമുക്കതൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവനൊരു ക്രൈമാണ് ചെയ്യുക, ഒരു സോഷ്യൽ ക്രൈമിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ആദിവാസികൾ പട്ടിണി കിടക്കുന്നുണ്ട്, അതുകൊണ്ട് ഇവരെന്നാ പള്ളിക്കൂടത്തിൽ പോകണ്ടേ? അപ്പം ഇതാണ് നമ്മുടെ ബന്ധത്തിൻ്റെ ഒരു സ്വഭാവം. ഈ ബന്ധം നിലനിൽക്കുന്നിടത്തോളം കാലം എന്ത് ചെയ്താലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഉദാഹരണങ്ങൾ മാത്രമേ ഞാൻ പറയൂ. ഈ പൊതുവഴികളെന്ന് പറയുന്നതിനകത്ത് വിദ്യാഭ്യാസം ചെയ്തൊരു വലിയൊരു തലമുറ ആദിവാസികൾക്കിടയിൽ പല തലത്തിൽ, അതിനകത്ത് തന്നെ പല വിഭജനങ്ങളുണ്ട്. എല്ലാ ട്രൈബിൽ നിന്നും ധാരാളം പേരൊന്നും ഉണ്ടാവില്ല, എങ്കിലും മിക്കവാറും എല്ലാ ട്രൈബിൽ നിന്നും വിദ്യാഭ്യാസം ചെയ്തൊരു തലമുറ. ഇവരെ ആധുനിക നേഷൻ സ്റ്റേറ്റ് ഇവരെ അക്കമഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് നാളിതുവരെ ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. ഇവർക്കൊരു സ്പെഷ്യൽ ഡ്രൈവ് കൊടുത്ത് ഇവരെ അക്കമഡേറ്റ് ചെയ്യാൻ, അവരുടെ ശേഷിയെ രാഷ്ട്രത്തിന് വിനിയോഗിക്കാൻ എന്തെങ്കിലും പദ്ധതി ആലോചിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടില്ല. കേരളത്തിലെ ആദിവാസി ഭൂമി ചോദിക്കുമ്പോൾ ഭൂമിയില്ലെന്ന് പറഞ്ഞ അതേ യുക്തിയാണ്. പഠിച്ച് പുറത്ത് വരുമ്പം അവന് ജോലി കൊടുക്കില്ല, പ്രൊട്ടക്ഷൻ കൊടുക്കില്ല. എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? ആദിവാസികൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മുന്നോട്ട് പോകലെന്ന് പറഞ്ഞാൽ സാമൂഹ്യ ശരീരത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും ആദിവാസികൾ സ്വന്തം കരുത്താൽ എത്തപ്പെടുക എന്നർത്ഥം. അതാരും കൊണ്ടിയെന്നാക്കേണ്ട സ്ഥലമല്ല, അവർ സ്വന്തമായി തന്നെ എത്തിച്ചേരുന്നൊരു സ്ഥലമാണ്. ആദിവാസികൾക്കിടയിൽ സിനിമാ മേഖലയിൽ, ഫിലിം മേഖലയിൽ പ്രവർത്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ 1 കോടി രൂപ വെച്ച് 2 പേർക്ക് സിനിമ നിർമ്മിക്കാനായിട്ട് കൊടുക്കും. വ്യക്തിക്കാണ് കൊടുക്കും, അതും വ്യക്തിക്കാണ്. അപ്പോൾ ഈ ആദിവാസികൾക്കിടയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള തൊഴിലിലേക്ക് പോയ പുതിയ വിഭാഗങ്ങളുണ്ട്. അവരൊരു പുതുജീവിതം ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ്, പുതുജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം കൊണ്ട് അവർ പുതിയ തൊഴിൽ മേഖലയിലേക്ക് പോകുന്നത്. ഇവരെ പ്രൊമോട്ട് ചെയ്യാൻ പദ്ധതിയില്ല. നമ്മുടെ പദ്ധതി മുഴുവൻ ഈ പറഞ്ഞ റൊമാൻറ്റിസൈസ് ചെയ്യപ്പെട്ട കാടിനുള്ളിൽ ജീവിക്കുന്ന, സ്വച്ഛന്തമായി ജീവിക്കുന്ന നിഷ്കളങ്കരായ മനുഷ്യർ എന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യർ, അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുക. അതിൽ നിന്ന് നമുക്ക് മോചനമില്ല, പൊതുസമൂഹം അതിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നില്ല. ഒരു പോയിൻ്റ് കൂടി പറയട്ടെ. നമ്മുടെ വാർത്താമാധ്യമങ്ങളിൽ ആദിവാസി പ്രശ്നങ്ങൾ എപ്പോഴാണ് ചർച്ചയ്ക്ക് വരിക? ഒന്നുകിൽ മഹാദുരന്തങ്ങളുണ്ടാവും, അല്ലെങ്കിൽ CK ജാനു ഒക്കെ പിടിക്കപ്പെട്ടതുപോലുള്ള പ്രക്ഷോഭങ്ങളുണ്ടാവും, മുത്തങ്ങ പോലുള്ള പ്രക്ഷോഭം. ഇതല്ലാത്ത സമയത്ത് ഇവർക്കെന്താ നോർമൽ ലൈഫില്ലേ? ഈ ആദിവാസികൾക്ക് നോർമൽ ലൈഫില്ലേ? റിപ്പോർട്ട് ചെയ്യപ്പെടാൻ മാത്രം ഇല്ലേ? അട്ടപ്പാടിയിൽ നിന്ന് എങ്ങനെയാണ് വാർത്ത വരിക? ഒരു ഗർഭിണിയെ ചുമന്നുകൊണ്ട് പോകുന്നു, ചുമന്നുകൊണ്ടുവന്ന ചിത്രമാണ് പിറ്റേ ദിവസം ഫ്രണ്ട് ന്യൂസിൽ. അതിങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇവിടെ റോഡില്ല, പ്രശ്നമാണ്. പിന്നെ പിറ്റേ ദിവസം 1 കോടി രൂപ റോഡിനനുസരിച്ച് റോഡ് വെട്ടുന്നു. 3-ാം കൊല്ലം വീണ്ടും റോഡ് പൊളിയുന്നു. റോഡ് പൊളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അടുത്ത പ്രസവത്തിന് ആൾ വരണം, അന്നേരം വാർത്ത വരത്തുള്ളൂ. ഇത് റോഡ് പൊളിയുമ്പോൾ തന്നെ കൊടുക്കാവുന്നൊരു വാർത്തയാണല്ലോ, അതല്ല കൊടുക്കുന്നത്. ഈ ആദിവാസികളെ ദുരന്ത കഥാപാത്രങ്ങളായി പിന്നെയും 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 ആവർത്തിച്ച് സ്ഥാപിക്കുന്ന ഒരു യുക്തി ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് നടന്ന സൗന്ദര്യ മത്സരത്തിൽ, കൊമേഴ്സ്യൽ പരസ്യ സൗന്ദര്യ മത്സരത്തിൽ 2ാം സമ്മാനം കിട്ടിയത് അട്ടപ്പാടിയിലെ ആദിവാസിയായ ഒരു പെൺകുട്ടിക്കാണ്.
എന്തുകൊണ്ട് കേരളം ആഘോഷിക്കാതിരുന്നത്? അത് ആദിവാസി ക്വസ്റ്റ്യൻ അല്ല. ആദിവാസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ തുണിയിൽ പൊതിഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന സ്ത്രീകളാണ്. ഇത് ഭീകരമാണ് ഈ സാധനം, ഈ സങ്കല്പം. അതായത് നമ്മൾ ഒരു സങ്കല്പമുണ്ടാക്കി വെച്ച് ഈ ജനതയുടെ സെൽഫിനെയും അഭിമാനത്തെയും നിരന്തരം മുറിവേൽപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു. വയനാടായതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ വന്യജീവികളെ ഇറങ്ങിയാൽ അതിനെ വെടിവെച്ച് കൊല്ലുന്നതാണ്. ഇതേ മനോഭാവം ഞാൻ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. മുത്തങ്ങ വെടിവെപ്പ് നടന്നു. CK ജാനുവും ഗീതാനന്ദനും ഒളിവിൽ പോയി. 2 ദിവസത്തേക്കാണ് ഒളിവിൽ പോകാൻ പറ്റുകയുള്ളൂ. 3-ാം ദിവസം പിടിക്കപ്പെട്ടു. ഇത് ഭീകരമായി മർദ്ദിക്കപ്പെട്ടു. ഈ സമയത്ത് ഞാൻ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നാട്ടുകാരെന്ന് പറയുന്ന ഒരു വിഭാഗം ഇറങ്ങി വഴി കാണുന്ന ആദിവാസിയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടാക്കുക. ഇവരാരാ? എന്താണെന്ന് ഇവിടെ നടന്നത്? ഞാൻ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന ലളിതമല്ല ഈ കാര്യം. വംശീയമായ ഇത്തരം മുൻവിധികളെ മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആലോചിച്ചാൽ ആദിവാസികൾക്കിടയിൽ പുതിയ മനുഷ്യരുണ്ടായി വരുന്നു എന്ന്, പുതിയൊരു തലമുറ, പുതിയ മാനവികത, പുതിയ മനുഷ്യർ, പുതിയ ശേഷിയുള്ളവർ, സർഗശേഷിയുള്ളവർ ഉയർന്നു വരുന്നു എന്നത് കാണാനുള്ള കണ്ണാണ് പൊതുസമൂഹത്തിനും സ്റ്റേറ്റിനും വേണ്ടത്. അതില്ല. അവർക്കിപ്പോഴും ആദിവാസി എന്ന് പറഞ്ഞാൽ പണ്ടെങ്ങോ മലകളിൽ താമസിച്ച കുറേ മനുഷ്യർ എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യം ഒരു തലക്കകത്തേക്ക് വരാറില്ല. എന്നിടത്താണ് ആദിവാസികളുടെ ദുരന്തം യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആ ഇമാജിനേഷൻസിനെ തട്ടി മാറ്റിക്കൊണ്ട് ഈ പുതിയ തലമുറയുമായി സംവാദാത്മകമായി ഇടപെടാൻ നമുക്ക് കഴിയേണ്ടത്. കേരളത്തിലെ എല്ലാ ജനസമുദായങ്ങളുടെയും പ്രണയവും വിരഹവും ദുഃഖവും ഒക്കെ നോവലുകളിൽ നമ്മൾ കാണുന്നുണ്ട്. ആദിവാസികൾക്കിടയിൽ അത് ഇല്ല എന്ന് തോന്നുന്നു. 2 നോവലുകൾ ആദരണീയനായ മരിച്ചുപോയ എൻ്റെ സുഹൃത്തുകൂടിയായ KJ ബേബിയുടെ മാവേലി മണ്ഡലത്തിൽ കമിതാക്കളായ 2 പേരുണ്ട്. അവർ സ്വപ്നം കാണുന്നൊരു സംഭവം, കാടിനുള്ളിൽ പൂക്കളൊഴുകുന്ന ഒരു പുഴ, ആ പുഴയിലൂടെ നമുക്ക് നീന്തണമെന്ന് അവർ സ്വപ്നം കാണുന്നു. ഒരു കാടിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ആ പുഴ കണ്ടുപിടിക്കാനാണ്. അങ്ങനെയാണ് അതിൻ്റെ സംഗതി. നാരായൺ എന്ന് പറയുന്നൊരു എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന് കൊച്ചരേത്തി എന്ന് പറയുന്ന നോവലുണ്ട്. ആ കൊച്ചരേത്തിയുടെ ജിയോഗ്രഫി എന്ന് പറയുന്നത് കാഞ്ഞാർ എന്ന് പറയുന്ന തൊടുപുഴയിലെ ആദിവാസി പ്രദേശത്ത് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്കുള്ള ഒരു പോക്കാണ്. കാടിനകത്തുനിന്ന് പുറത്തേക്കുള്ളൊരു വഴിയാണ് തുറക്കുന്നത്. ഈ ഒരു സന്നിഗ്ധത ഇതിനകത്തുണ്ടെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഒരു റീഡിഫൈനിങ്, റീതിങ്കിങ് നമ്മൾ നടത്തിയാൽ മാത്രമേ ഈ പുതിയ മനുഷ്യൻ, ഇന്നലെ PhD കാരനായിട്ടുള്ള ഒരു ആദിവാസി യുവാവായിട്ട് ഈ വേദിയിൽ ഞാൻ സംസാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞൊരു, ഞാനൊരു പോസ്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ ചെന്നപ്പോൾ ഒരു 35 പേരുണ്ട് സാറ്. അത്രയും വിദ്യാഭ്യാസമുള്ളവരുണ്ട്. അവരോടൊക്കെ നമ്മൾ ചോദിക്കണം, നിങ്ങളെന്താണ് ആഗ്രഹിക്കുന്നത്. അവരോടൊന്നും ചോദിക്കേണ്ട, അത് ഞാൻ തീരുമാനിക്കുമെന്ന് പറയുന്നിടത്താണ് പ്രശ്നം കിടക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. നന്ദി, നമസ്കാരം.